ഇനി ഇത് എന്താണ് ഒരു കാര്യം പറയാം, പിണറായി വിജയനും മകളും സെൻട്രൽ ജയിലിനുള്ള വാഗ്ദാനങ്ങളാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട. പിന്നെ അതെ അദ്ദേഹത്തിന് ഇവിടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ CPM കുറച്ചുകൂടെ നാണം കെടാതിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പുണ്ട്. എത്രയാണെങ്കിലും ഇപ്പോൾ 2 കേസുകളാണ് ഇതിനെ തടസ്സമായിട്ട് നിൽക്കുന്നത്. SFIO ഫയൽ ചെയ്തിട്ടുള്ള കുറ്റപത്രത്തിനെ സ്റ്റേ ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കിടപ്പുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ED എൻക്വയറി അന്ന് അതിനൊരു റിലവൻസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിനൊരു ECIR രജിസ്റ്റേർഡ് അല്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ SFIO ജില്ലാ കോടതി 7 ഫയൽ ചെയ്തിട്ടുള്ള ECIR വെച്ച് EDക്ക് അന്വേഷിക്കാൻ യാതൊരു തടസ്സമില്ല. അപ്പോൾ ആ സ്റ്റേ നിന്നുകൊണ്ടാണ് ഈ പണ്ട് സ്വാഭാവികമായിട്ട് അവർ അപ്പീൽ പോകുമായിരിക്കും. അപ്പീൽ പോയാൽ തന്നെയും ഇനി അധികം കാലം ഈ കേസിനെ പിടിച്ചു നിർത്താൻ പിണറായി വിജയനാകില്ല. അത് ജൂലൈ മാസത്തിൽ ഡൽഹി ഹൈക്കോടതി കേസ് ജൂലൈ മാസത്തിലാണ് വരുന്നത്. ജൂലൈ മാസത്തിൽ അതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വന്നാൽ പ്രോസിക്യൂഷനിലേക്ക് പോവും. വീണ വിജയൻ 3ാം പ്രതിയായിട്ടുള്ള SFIO കേസിൽ പ്രോസിക്യൂഷനിലേക്ക് പോവും. കൂടാതെ ആ കേസിൽ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ള 10,000-ഓളം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ പേരും പുറത്തു വരാൻ അധികം താമസമില്ല. അത് എനിക്ക് അനുവദിച്ചുകൊണ്ടുള്ള ജില്ലാ കോടതി വിധിക്കെതിരെ വീണ്ടും അവർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ചിട്ടുണ്ട്. ആ കേസും അടുത്ത ദിവസം വരുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് അനുവദിച്ച് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സംശയം വേണ്ട. എനിക്ക് അനുവദിച്ച് കിട്ടിയാൽ നിങ്ങളെല്ലാം ആ ആളുകളുടെ എല്ലാം പേര് വിവരങ്ങൾ അറിയും. കൂടാതെ ED എൻക്വയറി ഇതിനകത്ത് നടന്നിട്ടുള്ള അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ആ കുറ്റപത്രത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ എടുത്താൽ EDക്ക് ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും കോടതി ഇടപെട്ടില്ല എങ്കിൽ.